ചരിത്രത്തിലെ ഏറ്റവും വിചിത്രമായ ഒരു പ്ലേഗ്. അസുഖം പകരുന്നത് തുമ്മലിലൂടെയോ സ്പർശനത്തിലൂടെയോ അല്ല, മറിച്ച് നൃത്തത്തിലൂടെ ആയിരുന്നു. 1518 ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് നഗരത്തിൽ നൂറുകണക്കിന് ആളുകൾ നിർത്താതെ നൃത്തം ചെയ്തു, അതും മരണം വരെ. 1518 ജൂലൈയിൽ ഫ്ലോട്രോഫിയോ എന്ന സ്ത്രീ തെരുവിലിറങ്ങി നിർത്താതെ നൃത്തം ചെയ്യാൻ തുടങ്ങിയതോടെയാണ് ഈ ദുരന്തം ആരംഭിക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ 30-ലധികം ആളുകളും ഒരു മാസത്തിനുള്ളിൽ 400ഓളം പേരും ഈ നിഗൂഢമായ അവസ്ഥയ്ക്ക് അടിമപ്പെട്ടു. ഭക്ഷണമോ ഉറക്കമോ ഇല്ലാതെ ആഴ്ചകളോളം അവർ നൃത്തം തുടർന്നു. ഈ അവസ്ഥ നേരിടാൻ നഗരാധികാരികൾ സ്വീകരിച്ച മാർഗം അതിലും വിചിത്രമായിരുന്നു. ഇതൊരു ശാരീരിക പ്രശ്നമാണെന്ന് കരുതി അവർ കൂടുതൽ നൃത്തം ചെയ്യാൻ സൗകര്യമൊരുക്കി. സംഗീതജ്ഞരെയും പ്രൊഫഷണൽ ഡാൻസർമാരെയും അവർ ഏർപ്പാടാക്കി. എന്നാൽ ഇത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്തത്. കഠിനമായ ക്ഷീണം മൂലവും ഹൃദയാഘാതം മൂലവും ദിനം പ്രതി 15 പേർ വരെ മരിച്ചതായി ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. എന്തായിരുന്നു ഇതിന്റെ കാരണം? ധാന്യങ്ങളിൽ കാണപ്പെടുന്ന എർഗട്ട് എന്ന ഫംഗസ് ബാധിച്ചതുകൊണ്ടാണെന്ന് ചിലർ വാദിക്കുമ്പോൾ, ആധുനിക ഗവേഷകർ ഇതിനെ മാസ് സൈക്കോജനിക് ഇൽനെസ് അഥവാ മാസ് ഹിസ്റ്റീരിയ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അക്കാലത്തെ കടുത്ത ഭക്ഷ്യക്ഷാമവും സാംക്രമിക രോഗങ്ങളും സൃഷ്ടിച്ച മാനസിക സമ്മർദ്ദമാണ് ഇത്തരമൊരു കൂട്ടവിഭ്രാന്തിയിലേക്ക് നയിച്ചത്. ഏകദേശം 2 മാസത്തോളം നീണ്ടുനിന്ന ഈ വിചിത്ര പ്രതിഭാസം സെപ്റ്റംബറോടെ പെട്ടെന്നങ്ങ് അവസാനിച്ചു. ശാസ്ത്രത്തിന് ഇന്നും പൂർണ്ണമായി വിശദീകരിക്കാനാവാത്ത വലിയൊരു നിഗൂഢതയായി ഡാൻസിംഗ് പ്ലേഗ് ചരിത്രത്തിൽ ഇന്നും അവശേഷിക്കുന്നു.